ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, കാസ്റ്റർ ഓയിലിനെ കുറിച്ചാണ് കേട്ടോ. കാസ്റ്റർ ഓയിലിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാസ്റ്റർ ഓയിൽ നമ്മുടെ ഹെയറിന് എല്ലാവർക്കും അറിയാം. കാസ്റ്റർ ഓയിൽ വരട്ടിയാൽ മുടി നന്നായിട്ട് കറക്കും, മുടി നരക്കില്ല. കാസ്റ്റർ ഓയിൽ ധാരാളം പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻസും മിനറൽസും തുടങ്ങി ഫാറ്റി ആസിഡ്സും തുടങ്ങി നല്ല വൈറ്റമിൻസും ഒക്കെ അടങ്ങിയതാണ് കാസ്റ്റർ ഓയിൽ. ഇത് നമ്മുടെ സ്കാൾപ്പിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ ധാരാളം പ്രോട്ടീനുണ്ട്, മുടി വളർച്ചയെ സഹായിക്കുന്നതിനും മുടി നരക്കാതിരിക്കുന്നതിനും എല്ലാത്തിനും കാസ്റ്റർ ഓയിൽ നല്ലതാണ് അല്ലേ. പക്ഷേ കാസ്റ്റർ ഓയിലിന് ഒരു കുഴപ്പം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ, ഡെൻസിറ്റി കൂടുതലാണ്, അതായത് കട്ടി കൂടുതലാണ്. അത് പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലും ഇതെല്ലാം കൊണ്ട് നമുക്ക് മടിയാണ് അല്ലേ. കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും. അപ്പോൾ ഇത് വേറെ എണ്ണകളുടെ കാരിയർ ഓയിലുകൂടെ മിക്സ് ചെയ്ത് കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ചാലുണ്ടല്ലോ, ഈ കാസ്റ്റർ ഓയിലിൻ്റെ ഗുണവും നമ്മൾ ആഡ് ചെയ്യുന്ന ഈ കാരിയർ ഓയിൽ, ഏതോ ആയാലും കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിൽ തുടങ്ങി പിന്നെ ഒലിവ് ഓയിൽ തുടങ്ങി ഏത് ഓയിലായാലും അതിൻ്റെ ഒരു ഗുണവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ മുടിയുടെ ഓരോ പ്രശ്നങ്ങൾക്കും കേട്ടോ, പലവിധ പ്രശ്നങ്ങളാണ്, ഓരോരുത്തർക്ക് ഓരോരോ പ്രശ്നങ്ങളാണ് മുടിക്ക്. അപ്പോൾ നിങ്ങളുടെ എന്താ പ്രശ്നം എങ്കിൽ അതിനനുസരിച്ചുള്ള ഓയിൽ ഈ കാസ്റ്റർ ഓയിലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരട്ടി റിസൾട്ട് കിട്ടും കേട്ടോ. അതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാവും, അത് ഞാൻ ആദ്യം തന്നെ പറയുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാസ്റ്റർ ഓയിലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഈ കാസ്റ്റർ ഓയിലിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ആഡ് ചെയ്താലുള്ള ഗുണം എന്താണെന്നോ, ഈ മുടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിൽ മാത്രം നിൽക്കുന്ന എണ്ണകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെനിട്രേറ്റ് ചെയ്ത് പോയി നമ്മുടെ ഷാഫ്റ്റിനെ എല്ലാം മോയ്സ്ചറൈസർ ചെയ്യുന്നതിനും എണ്ണമയം ഉള്ളതാക്കുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. കൂടാതെ പ്രോട്ടീൻ ലോസ് കുറയ്ക്കും. അപ്പോൾ കാസ്റ്റർ ഓയിലിൽ നിറയെ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ കോക്കനട്ട് ഓയിൽ പ്രോട്ടീൻ ലോസ് കുറയ്ക്കും. അപ്പോൾ പ്രോട്ടീൻ നമ്മുടെ സ്കാൾപ്പിന് മുടി വളർച്ചയ്ക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടി. അപ്പോൾ ഇത് ഏത് മുടിക്കാർക്കാണ് ഏറ്റവും നല്ലത്? ഇപ്പം മുടി വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുക, മുടിയുടെ അറ്റം പൊട്ടിപ്പോവുക, അങ്ങനെയുള്ളവർക്ക് ഈ കാസ്റ്റർ ഓയിലിൽ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ചിലവരുണ്ടല്ലോ എപ്പോഴും കുളി കഴിഞ്ഞാൽ ഉടനെ വന്ന് ഹെയർ ഡ്രയർ വെച്ച് മുടി ഉണക്കും, പിന്നെ ബ്ലോ ഡ്രൈ ചെയ്യും, അങ്ങനെ ഒത്തിരി ഡാമേജുകൾ മുടിക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള മുടിക്കാർക്കും ഈ കാസ്റ്റർ ഓയിലും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത എണ്ണ ഏറ്റവും യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ കാസ്റ്റർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒരു 4-5 തുള്ളി നമ്മുടെ കയ്യിൽ ഒഴിച്ചിട്ട് കൈ വെച്ച് തന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ എണ്ണ ചൂടാവുമല്ലോ. എന്നിട്ട് അത് സ്കാൾപ്പിൽ 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം, ഷാംപൂ വാഷ് കേട്ടോ. അപ്പോൾ അങ്ങനെ കോക്കനട്ട് ഓയിലിൻ്റെ ഗുണം. അടുത്തത് ഗുണം ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ഓയിലാണ് അല്ലേ. അപ്പോൾ ഈ ഇത് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഇ ധാരാളം ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കാൾപ്പിനും ആരോഗ്യത്തിനും പിന്നെ മുടി വേരിഴകൾക്ക് ബലം നൽകുന്നതിനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക, പിന്നെ മുടിയിൽ പിന്നെ അറ്റം ഇങ്ങനെ വിണ്ട് കീറി പോവുമല്ലോ, അങ്ങനെയുള്ള പിന്നെ മുടിയുള്ളവർക്കും എല്ലാം ആൽമണ്ട് ഓയിൽ നമുക്ക് കാസ്റ്റർ ഓയിലിൽ ഇതുപോലെ തന്നെ 2 സ്പൂൺ ആൽമണ്ട് ഓയിലിൽ 1 സ്പൂൺ കാസ്റ്റർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് മസാജ് ചെയ്യണം കേട്ടോ. 5 മിനിറ്റ് മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഷാംപൂ വാഷ് ചെയ്യാം. അതാണ് ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചാലുള്ള ഗുണം കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്ന ഓയിൽ എന്താണെന്നോ, ആർഗൻ ഓയിലാണ്. ആർഗൻ ഓയിൽ എന്ന് പറയുമ്പോൾ ധാരാളം ഫാറ്റി ആസിഡ്സും വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് തരം മുടിക്കാർക്കാണെന്നോ, തിന്ന് ആൻഡ് വീക്കായിട്ടുള്ള മുടി. ചിലവരുടെ മുടി കണ്ടാൽ നമുക്ക് സങ്കടം വരും. നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു പ്രായം കഴിയണ്ട, നമ്മൾ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റും അതും ഇതൊക്കെ കഴിഞ്ഞ് മുടി ഇങ്ങനെ കൊഴിഞ്ഞ് വളരെ തിന്നായി, ആരോഗ്യം പോയി, ഡള്ളായി, തിളക്കം പോയി ഒക്കെ ഇരിക്കുന്ന മുടിക്കാണ് ആർഗൻ ഓയിൽ മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുടി സ്മൂത്ത് ആവുന്നതിനും മുടിക്ക് തിളക്കം കിട്ടുന്നതിനും സ്കാൾപ്പിന് ആരോഗ്യം കിട്ടുന്നതിനും മുടിവേരിഴകൾക്ക് നല്ല പിന്നെ മുടിവേരിഴകൾക്ക് നല്ല കനം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിക്ക് തോന്നും അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ആർഗൻ ഓയിൽ ഉപയോഗിക്കുന്നത്. അതും 1 സ്പൂൺ പിന്നെ കാസ്റ്റർ ഓയിലിൽ 2 സ്പൂൺ ആർഗൻ ഓയിൽ ഒഴിക്കുക,
നന്നായിട്ട് 4-5 തുള്ളി എടുത്ത് നന്നായിട്ട് കയ്യിലിട്ട് ഒന്ന് മസാജ് ചെയ്ത് ചൂടാക്കി സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്യുക. അരമണിക്കൂർ കഴിയുമ്പോൾ ഷാമ്പു വാഷ് ചെയ്യുക. അടുത്തത് നമ്മൾ ആവണക്കെണ്ണയിൽ പിന്നെ കാരിയർ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് റോസ്മേരി ഓയിലാണ്. റോസ്മേരി ഓയിൽ ഇപ്പോൾ എല്ലാം ഫെമിലിയറാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ. മുടി വളരുന്നതിനും മുടി മുരടിച്ച മുടി വളരാതെ ഇരിക്കുന്ന മുടിക്കും അതുപോലെ സ്കാൾപ്പിൻ്റെ ആരോഗ്യത്തിനും തിക്നെസ് കിട്ടുന്നതിനും എല്ലാത്തിനും റോസ്മേരി ഓയിൽ എടുക്കുക. 2 സ്പൂൺ, 1 സ്പൂൺ പിന്നെ ആവണക്കെണ്ണ ഒഴിക്കുക. കയ്യിൽ 4 സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്യുക. 5 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്യാം. അതാണ് റോസ്മേരി ഓയിൽ നമുക്ക് ഉപയോഗിച്ചാൽ മുടി വളരുന്നതിനും മുടിയിൽ തിക്നെസ് വരുന്നതിനും എല്ലാത്തിനും ഗുണം ചെയ്യും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കാസ്റ്റർ ഓയിലിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. മുടി കറക്കും, മുടി നരയ്ക്കാതിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇരട്ടി ബെനിഫിറ്റ്സ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്, ഓർക്കണേ. പിന്നെ അടുത്ത് നമ്മൾ കാരിയർ ഓയിലായിട്ട് ഉപയോഗിക്കേണ്ടത് ഹൊഹപ്പ ഓയിലാണ് കേട്ടോ. ഹൊഹപ്പ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള ഓയിലാണ്. അതുപോലെ തന്നെ സ്കാൾപ്പിന് പോഷണം കിട്ടുന്നതിനും അതുപോലെ സ്കാൾപ്പിൻ്റെ ഡ്രൈനെസ് പോകുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ, ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് താരനില്ല, ഒന്നുമില്ല സ്കാൾപ്പിൽ, പക്ഷേ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ അതിന് കാരണം അന്തരീക്ഷ മലിനീകരണമാണ്. അപ്പോൾ ഈ പൊടിയും അഴുക്കും എല്ലാം നമ്മുടെ സ്കാൾപ്പിൽ അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ വെറുതെ വേറെ ഒരു പ്രശ്നവും വല്ലാണ്ട് തല ഇങ്ങനെ നമുക്ക് ചൊറിച്ചിൽ ഇച്ചിങ്ങൊക്കെ വരാനുള്ളവർക്ക് ഈ കാസ്റ്റർ ഓയിലിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഹൊഹപ്പ ഓയിലാണ്. ഓക്കെ, അപ്പോൾ ഹൊഹപ്പ ഓയിൽ ഇതുപോലെ തന്നെ നമുക്ക് 2 സ്പൂൺ എടുക്കുക. 1 സ്പൂൺ കാസ്റ്റർ ഓയിൽ ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് 4-5 തുള്ളി എടുത്ത് നന്നായിട്ട് കയ്യിലൊഴിച്ച് കൈ വെച്ച് തന്നെ നമുക്കൊന്ന് ചൂടാക്കി സ്കാൾപ്പിൽ 5 മിനിറ്റ് മസാജ് ചെയ്യുക. അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാം ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങളിത് ചെയ്താൽ മതി. ഓക്കെ, അത് ഓർക്കണം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ് അല്ലേ. ഒലിവ് ഓയിലിൻ്റെ ഒരു ഗുണം എന്താണെന്നോ, ഒലിവ് ഓയിൽ ചുരുണ്ട മുടിക്കാർക്ക് നല്ലതാണ് കേട്ടോ. ചുരുണ്ട മുടി എന്ന് പറയുമ്പോൾ ഇച്ചിരി റഫായിരിക്കും, അതുപോലെ അനുസരണയില്ലാത്ത മുടി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. കണ്ടീഷണർ ഒക്കെ ഉപയോഗിക്കേണ്ട മുടിയാണ് ഈ ചുരുണ്ട മുടി. പിന്നെ ചില ചുരുണ്ട മുടി വല്ലാണ്ട് ഓയിലി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചുരുണ്ട മുടിയുള്ളവർക്ക് ഏറ്റവും നല്ലത് ഒലിവ് ഓയിൽ മിക്സ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് 2 സ്പൂൺ പിന്നെ ഒലിവ് ഓയിൽ എടുക്കുക, 1 സ്പൂൺ കാസ്റ്റർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്യുക. ഇത് നല്ല കണ്ടീഷണറാവും, മുടിക്ക് നല്ല മോയ്സ്ചറൈസർ, ഹൈഡ്രേറ്റ് ആവും സ്കാൾപ്പ്, അതുപോലെ മുടിയുടെ ഇലാസ്റ്റിസിറ്റി വർദ്ധിക്കും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ പോസ്റ്റ് ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല പ്രശ്നങ്ങൾക്ക് നമുക്ക് ഏത് ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത വല്ലവരുണ്ടെങ്കിൽ കേട്ടോ, ചെയ്തവരല്ല കേട്ടോ, ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.